കായിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത് എന്താണ് കാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാ വെച്ച് തുടങ്ങുന്ന ഒരുപാട് വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കാ എന്ന് പറയുന്ന ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഒരു കോളനിയുടെ കഥ പറയുന്ന സിനിമയാണ്. കോളനിയിലുണ്ട് കാ, കരിമഠത്തിലുണ്ട് കാ, പിന്നെ അങ്ങനെ കുറേ ഇതിനകത്തുള്ള ഒരുപാട് ഫാക്ടേഴ്സിൽ കാ ഉണ്ട്. അപ്പം എൻറ്റയർലി ട്രിവാൻഡ്രത്ത് ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ അടികപ്പേര് കൊട്ടുപണിക്ക് ശേഷം വീണ്ടും ബാക്ക് ടു ട്രിവാൻഡ്രം ആഫ്റ്റർ വൈൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ചെങ്കച്ചുള്ളയിലാണ് മൊത്തം ഷൂട്ട്. അപ്പം ട്രിവാൻഡ്രത്ത് തിരിച്ചെത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതെ 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 കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ. പിന്നെ ഫാമിലി സപ്പോർട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഫാമിലി സപ്പോർട്ട് ഇല്ലാതിരിക്കില്ല. അപ്പം എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട്. ഈ പറഞ്ഞ പോലെ സെറ്റിലേക്കൊക്കെ ദീപ്തിയും പിന്നെ അനിയനും ഒക്കെ വന്നിട്ടുണ്ട്. അച്ഛനമ്മയ്ക്ക് എത്താൻ സാധിച്ചില്ല, അവർ കോഴിക്കോടായതുകൊണ്ട്. ഇതിൻ്റെ ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ രജീഷ് ലാൽ വംശയാണ് ഇതിൻ്റെ സംവിധായകൻ. രാജീവ് എന്ന് പറയുന്ന ആക്ടറും കൂടിയായിട്ടുള്ള രാജീവാണ് ഇതിൻ്റെ സ്റ്റോറി. രജീഷും കൂടിയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. പിന്നെ ജെയ്ക്സ് ബിജോയ് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം ആണ് ഇതിന് മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ വിഷ്ണു ആർ ആണ് ക്യാമറ ചെയ്യുന്നത്. എല്ലാം യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രൊഡ്യൂസർ മിസ്റ്റർ ശ്രീജിത്ത്, പിക്ചറോ എന്ന് പറയുന്ന കമ്പനിയുടെ ബാനറിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ കൂടെ പറയാനുള്ളൊരു അവകാശവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു 10-32 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു യങ് ക്രൂ ആണ് എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇപ്പോൾ അവകാശപ്പെടാനില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇറങ്ങുമ്പോഴേക്കും എൻ്റെ കരിയറിലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറായിരിക്കും. ഈ താടിയൊക്കെ കാണുമ്പം തോന്നുന്നുണ്ടാവും. എന്തായാലും വളരെ ഹോപ്പ്ഫുള്ളി ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നമസ്കാരം, വിഷ്ണു ഗോവിന്ദൻ. അതേ പുതിയ പടത്തിൻ്റെ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ പേര് കാന്നാണ്. എനിക്ക് തോന്നുന്നത് നീരജ് മാധവൻ്റെ കൂടെ മെക്സിക്കൻ അപാരതയും ലവകുശയും കഴിഞ്ഞിട്ട് അടുത്ത ഞങ്ങൾ രണ്ടുപേരും എനിക്ക് മെയിൻ ലീഡ് പരിപാടിയിൽ ചെയ്യുന്ന അടുത്ത പടം കാന്നാണ് സിനിമയുടെ പേര്. നമ്മൾ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ നീരജാണ് നായകൻ. നീരജിൻ്റെ കൂടെ ഒരു ത്രോട്ട് ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ട്രെയിലറും ടീസറും ഒക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിലും അല്ല മാസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം മുന്നത്തെ സിനിമകളിലുണ്ടായിരുന്ന സപ്പോർട്ട് പോലെ ഈ സിനിമയ്ക്കും പ്രേക്ഷകർ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ കഴിയുന്ന 100% ഞാൻ പടത്തിന് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. നമസ്കാരം, എൻ്റെ പേര് രജീഷ് ലാൽ വംശ. ഞാനാണ് കാ മൂവിയുടെ ഡയറക്ടർ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമാണ്. ഞങ്ങളൊരു കൂട്ടം ഫ്രണ്ട്സ് ചേർന്നിട്ടുള്ളൊരു ചിത്രമാണ് ഇതിപ്പോൾ. ഞാനായിരുന്നാലും ക്യാമറമാൻ വിഷ്ണു ആയിരുന്നാലും ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ ഒരു കാലുവയ്പ്പാണ് മലയാള സിനിമയിലേക്ക്. നീരജാണ് ഇതിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. അതുപോലെ വിഷ്ണു ഗോവിന്ദ്, ബിനോയ് നമ്പാല, ബിജു സോപാനം, അങ്ങനെ കുറച്ചേറെ അധികം ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഓഡിഷനിലൂടെ ഒരു 10-50 പേരോളം ഇതിലേക്ക് വരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കായെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കോളനി ബേസ്ഡ് സബ്ജക്റ്റാണ്. ഒരു ഫൺ, ഹ്യൂമർ, റൊമാൻറ്റിക് ഒരു ത്രില്ലറാണ് കാ. അപ്പോൾ അതിന് ഇപ്പോൾ പറയുന്നത് പോലെ പറഞ്ഞ് ഒരുപാട് പരിമിതികളുള്ളത് കൊണ്ട് കഥയെപ്പറ്റി കൂടുതലും പറയുന്നില്ല. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ആയിരിക്കും ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ള ന്യൂ കമേഴ്സിന് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പിടിച്ചു നിൽക്കാനൊരു കരുത്ത് നൽകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ തുടങ്ങുകയാണ്. താങ്ക് യു സോ മച്ച്.